നമ്മിൽ പലരും തെറ്റിദ്ധരിച്ചതുപോലെ വാസ്തുശാസ്ത്രം വീട് നിർമ്മാണത്തിന്റെ അളവും ദിശയും നിർണയിക്കാൻ ഉണ്ടാക്കിയ ഒരു ശാസ്ത്രമല്ല. ഇത്തരം അളവ് നിർണയം അതിൽ പെടുമെങ്കിലും അത് പൂർണ്ണമായും ഒരു അന്യ മത ആചാരമാണ്. ഭവനദേവൻ എന്നർത്ഥം വരുന്ന വാസ്തുദേവനുമായി ബന്ധപ്പെട്ടു നിർമ്മിക്കപ്പെട്ട ചില ആചാര അനുഷ്ഠാനങ്ങളാണ് അത് ഉൾക്കൊള്ളുന്നത്. ഒരു ഭൂപ്രദേശം ചതുരാകൃതിയിൽ നിർണയിക്കപ്പെട്ടാൽ അതിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ പാദം വെച്ച് കിഴക്ക് വടക്ക് മൂലയിൽ തല വരുന്ന വിധം ആ പ്ലോട്ടിന്റെ കുറുകെ വിശ്രമിക്കുന്ന ആളാണ് വാസ്തുദേവൻ എന്നാണ് സങ്കല്പം. വാസ്തുദേവന്റെ പാദം സ്ഥിതി ചെയ്യുന്ന തെക്ക് പടിഞ്ഞാറ് മൂലയാണ് കന്നിമൂല എന്നറിയപ്പെടുന്നത്. വാസ്തുശാസ്ത്ര പ്രകാരം ഈ മൂല ഒരുപാട് പുണ്യങ്ങൾ ആ ഭവനത്തിൽ വസിക്കുന്നവർക്ക് ലഭ്യമാക്കും. അതിനാൽ അവിടെ മണ്ണിട്ട് ഉയർത്തണം എന്നാണ് ശാസ്ത്രം ആചാരപ്രകാരം പറയുന്നത്. ഇനി വാസ്തുദേവന്റെ തലയിരിക്കുന്ന കിഴക്ക് വടക്ക് മൂലയിൽ വാസ്തുദേവന്റെ ഊർജം സമാഹരിക്കപ്പെടുന്നതിനാൽ അവിടെ കിണറിന് അനുയോജ്യമായ ഇടമായാണ് കരുതപ്പെടുന്നത്. വടക്കുഭാഗത്തേക്ക് തിരിഞ്ഞാണ് അടുപ്പ് കൂട്ടേണ്ടത്. മുഹൂർത്തക്കുറ്റി ദേവന്റെ മധ്യഭാഗത്തായാണ് അടിക്കപ്പെടുന്നത്. ഭവനം കൂടിയിരിക്കുമ്പോൾ പാല് കാച്ചി അത് തൂവി പുറത്തേക്ക് മറിയുമ്പോൾ അത് ദേവനുള്ള ഒരു പാലഭിഷേകമായാണ് ശാസ്ത്രം കരുതുന്നത്. തന്റെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ നിർണയിക്കുന്നത് കന്നിമൂലയാണെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് അതല്ലാത്ത അനാചാരങ്ങളും കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. പിശാചിന്റെ പോക്കുവരവിന് തടസ്സം സൃഷ്ടിച്ചാൽ അത് വീട്ടുകാരെ ദോഷമായി ബാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പോക്കുവരവ് സുഗമമാക്കാൻ മതിലിന് ഓട്ടയിടുന്നവനാണ് ഈ മുസ്ലിം. അതല്ലാത്ത ഒരുപാട് നന്മകൾ ലഭ്യമാക്കാൻ പലതും കെട്ടിത്തൂക്കുന്ന ആചാര സമ്പ്രദായവും ഇവനുണ്ട്. ഇനി എന്താണ് ഒരു യഥാർത്ഥ ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ? ഒരു വ്യക്തി വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം ബിസ്മി ചൊല്ലിക്കൊണ്ട് പ്രവേശിക്കുകയാണെങ്കിൽ പിശാചും അവന്റെ അനുയായികളും അവന്റെ സന്താനങ്ങളും അവനെ വിട്ടുകൊണ്ട് പിന്തിരിഞ്ഞു പോകുന്നതാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു വ്യക്തി വീട്ടിൽ വെച്ചുകൊണ്ട് അൽ ബഖറ സൂറ പാരായണം ചെയ്യുകയാണെങ്കിൽ ആ വീട്ടുകാരെ പിശാച് ഉപദ്രവിക്കില്ല എന്നും അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു. ഇത്തരം യഥാർത്ഥ ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതിയും അതുപോലെ അള്ളാഹുവിന്റെ അടുപ്പവും കരസ്ഥമാക്കാനാണ് മുസ്ലിമായ നാം പരിശ്രമിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും നാട്ടിൽ കാണുന്ന ആചാര അനുഷ്ഠാനങ്ങളെ പിറകിൽ പോയി നമ്മുടെ ഈമാനും ഇസ്ലാമും നശിപ്പിക്കുന്ന രൂപത്തിലാകരുത്. ഇതൊക്കെ ചിന്തിച്ചു മനസ്സിലാക്കി യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിൽ നിലകൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.